നമ്മൾ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു ഹോളോ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആയ സ്ഥലത്ത് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫസിലുള്ള പൊട്ടൻഷ്യലിന് അല്ലേ, സർഫസിലുള്ള പൊട്ടൻഷ്യലിന് ഈക്വലാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ഈക്വൽ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഈ സർഫസ് മൊത്തം ഇതെല്ലാം ഈക്വൽ പൊട്ടൻഷ്യലാണ്. അപ്പോൾ സർഫസിലെല്ലാം മൊത്തം പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്ന സ്ഥലത്ത് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് അല്ലേ. ഈ സംഭവം നിങ്ങളിപ്പോൾ ഒരു കണ്ടക്ടർ വിചാരിക്കുക, കണ്ടക്റ്റിംഗ് ആയ ഒരു ബോഡിയാണ്, കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ്. ഓക്കെ, ഇതിന് നമ്മൾ ചാർജ് ചെയ്തു, ഈ കണ്ടക്ടറിനെ ചാർജ് ചെയ്തു. കണ്ടക്ടറിൻ്റെ കേസിൽ നമുക്കറിയാം ചാർജ് നിൽക്കുക എവിടെ മാത്രമാണ്? ചാർജ് റിസൈഡ്സ് ഓൺലി ഓൺ സർഫസ് അല്ലേ. കണ്ടക്ടറിൻ്റെ കേസിൽ ചാർജ് സർഫസിൽ മാത്രമായിരിക്കും. ഓക്കെ, ഇങ്ങനെ സർഫസിൽ മാത്രം ചാർജ് നിന്നാൽ ആ കണ്ടക്ടർ ഏത് ഷേപ്പും ആയിക്കോട്ടെ, കണ്ടക്ടറാണ്, കണ്ടക്റ്റിംഗ് ബോഡിയാണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ചാർജ് ഇങ്ങനെ സർഫസിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളിൽ ഫീൽഡ് 0 ആയിരിക്കും. കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഫീൽഡ് 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ്. ഇനി ഈ പൊട്ടൻഷ്യൽ ഏത് പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും? പൊട്ടൻഷ്യൽ അപ്പോൾ ഉള്ളിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും സർഫസിലുള്ള പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും. സർഫസിലുള്ള പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് ഉള്ളിലുള്ളത്. അപ്പോൾ ഈ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെയെല്ലാം പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ സർഫസിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യലായിരിക്കും ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സർഫസ് നോക്കൂ, ഒരു കണ്ടക്ടറിൻ്റെ സർഫസ് നോക്കൂ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എല്ലാവരുടെയും സെയിം ആണ്. ആ പൊട്ടൻഷ്യൽ തന്നെയാണ് ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർഫസിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. അപ്പോൾ ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ് അല്ലേ. അപ്പോൾ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. ഓക്കെ, അപ്പോൾ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസ് ഇറ്റ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നമ്മൾ പഠിച്ചു, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചല്ലേ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പഠിക്കുന്നേരം പറഞ്ഞ പോയിന്റ് അല്ലേ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് സർഫസ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇതിന് ഉള്ളിലല്ലേ ഇലക്ട്രിക് ഫീൽഡ് 0, ഔട്ട്സൈഡൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, ഉള്ളിലാണ് 0. അപ്പോൾ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ട് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഔട്ട്സൈഡിലുള്ള ഇവിടെയുള്ള ഫീൽഡ് ഉണ്ടാവുക, നിയർ ദ സർഫസ്. ഉള്ളിൽ ഫീൽഡ് 0, പക്ഷേ നിയർ ദ സർഫസ് ഔട്ട്സൈഡ് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ആ ഫീൽഡ് ഇവിടെ ഫീൽഡ് ഇങ്ങനെയായിരിക്കും. കാരണം ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിലുള്ള ഓരോ പോയിന്റിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ്. ഇവിടെ ഫീൽഡ് വരിക എങ്ങനെയാണ്? ഇവിടെ ഫീൽഡ് വരിക ഇങ്ങനെയായിരിക്കും, ഫീൽഡ് ഇങ്ങനെയായിരിക്കും, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇവിടെ ഫീൽഡ് വരിക ഇങ്ങനെയായിരിക്കും. ഓക്കെ, ആ രൂപത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഫീൽഡ് 0 ആണ്. ഫീൽഡ് 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സർഫസിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ സർഫസ് മൊത്തം ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് വരിക. എന്ന് വെച്ചാൽ ഈ കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ്, കണ്ടക്ടർ ഓഫ് അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ഇതിൻ്റെ കണ്ടക്ടറിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിയർ ദ സർഫസ്, അറ്റ് സർഫസ് ഫീൽഡ് എന്ന് പറയുന്നത് σ/ε0 അല്ലേ. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി, σ/ε0 ആണ് സർഫസിലുള്ള ഫീൽഡ്. അത് ഏത് കണ്ടക്ടർ ആയാലും, കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ്, അതിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/ε0 ആയിരിക്കും അറ്റ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും സ്ഥിതി. അപ്പോൾ നമ്മൾ അപ്പോൾ കണ്ടക്ടറിൻ്റെ ഓർമ്മിക്കുക, കണ്ടക്ടറിൻ്റെ സർഫസിൽ അവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എപ്പോഴും എന്തുണ്ടാവുക? ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതൊരു കണ്ടക്ടറാണ്. ഇത് നിങ്ങളെ NCERT ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണ്, കണ്ടക്റ്റിംഗ് സ്ഫിയർ. ഓക്കെ, എന്നിട്ട് ഇതിൽ കുറേ ഫീൽഡ് ലൈൻസ് തന്നു, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നു. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ ഒന്ന് തന്നു, 1
സോറി കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണ്. കണ്ടക്റ്റിംഗ് സ്ഫിയർ. എന്നിട്ട് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ തന്നു. ഓക്കെ, പിന്നൊന്ന് ഇങ്ങനെ തന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ തന്നു. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, പിന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈന് ഇങ്ങനെ തന്നു. തേർഡ് വൺ. ഓക്കെ, പിന്നെ ഫോർത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ തന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തന്നിട്ട് ഇതിൽ ഏത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് ശരി? ഇതിൽ വരച്ചിരിക്കുന്നതിൽ 4 ഉണ്ടല്ലോ, അതിൽ ഏതാണ് കറക്റ്റ് പിക്ചർ? എന്തുകൊണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടക്റ്റിംഗ് സ്ഫിയർ അല്ലേ? കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ, അപ്പോൾ ഇതൊക്കെ തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അപ്പോൾ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ലേ? കണ്ടക്റ്റിംഗ് സ്ഫിയർ ആകുമ്പോൾ കണ്ടക്ടർ ആകുമ്പോൾ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ 2, 3 എന്ന് പറയുന്ന 2 ലൈൻ ഉണ്ടല്ലോ. ഈ ലൈൻ നോക്കൂ, ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനല്ലേ ഇത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഈ പ്രകാരം ഉള്ളിലൂടെ വരച്ചിട്ടുണ്ടല്ലോ. ഉള്ളിലൂടെ വരച്ചതിൻ്റെ അർത്ഥം എന്താ? ഉള്ളിലൂടെ വരച്ചതിൻ്റെ അർത്ഥം ഉള്ളിൽ ഫീൽഡ് ഉണ്ട് എന്നല്ലേ? ഉള്ളിൽ ഫീൽഡ് ഉണ്ട് എന്നാണ്. പക്ഷേ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഉള്ളിലൂടെ വരച്ചതിൻ്റെ അർത്ഥം ഉള്ളിൽ ഫീൽഡ് ഉണ്ടെന്നാണ്. പക്ഷേ ഉള്ളിൽ ഫീൽഡ് ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും തെറ്റാണ്. വരച്ചാൽ അർത്ഥം ഫീൽഡ് ഉണ്ടെന്നാണ്, ഉള്ളിൽ ഉണ്ടെന്നാണ്. പക്ഷേ ഉള്ളിൽ ഫീൽഡ് ഇല്ല. അപ്പോൾ ഈ 2 ലൈനും തെറ്റാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് നോക്കൂ. ഇത് രണ്ടും ഇതാ, ഫസ്റ്റ് ലൈനും ഫോർത്ത് ലൈനും. ഇത് ഉള്ളിലൂടെ വരച്ചിട്ടില്ല, കാരണം ഫീൽഡ് ഇങ്ങനെ കാണിച്ചു, പിന്നെ ഇവിടെ കാണിച്ചു. അതുപോലെ ഇതും. ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടിലേതാണ് ശരി? നമ്മളിപ്പം തൊട്ട് മുന്നേ ഒരു പോയിന്റ് പറഞ്ഞു. കണ്ടക്റ്റിംഗ് സ്ഫിയറിന് കണ്ടക്റ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഫീൽഡ് ഉണ്ടാവും അല്ലേ? ഓക്കെ, കണ്ടക്ടർ ആകുമ്പോൾ അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അതുകൊണ്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സർഫസിൽ ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഫീൽഡ് നോക്കിക്കോളാം. ഫീൽഡ് ഇങ്ങനെ വന്ന് ഇവിടെ ഈ പോയിന്റ് നോക്കിക്കോ. അപ്പോൾ ഇത് കണ്ടക്റ്റിംഗ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഫീൽഡ് വേണ്ടത്? അപ്പോൾ ഇങ്ങനെയല്ലേ? അപ്പോൾ ഇതും പെർപെൻഡിക്കുലർ ആണോ? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് നോക്കൂ, ഇതാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഫീൽഡ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ അടുത്ത് സർഫസ്, നിയർ ദ സർഫസ് ഇങ്ങനെയല്ല. അപ്പോൾ ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90. കണ്ടോ? കാരണം ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ കണ്ടക്ടർ അറ്റ് സർഫസ്. ഓക്കെ, സോ ഇതാണ് കറക്റ്റ്. പിന്നെ ഉള്ളിൽ വരച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഉള്ളിൽ ഫീൽഡ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ due to a uniformly charged non-conducting solid sphere. Uniformly charged non-conducting solid sphere. അപ്പോൾ കണ്ടക്റ്റിംഗ് അല്ല, കണ്ടക്ടർ അല്ല, നോൺ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ നോൺ കണ്ടക്റ്റിംഗ് ആയ ഒരു സോളിഡ് സ്ഫിയർ നോൺ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിന് ചാർജ് നൽകിയാൽ ഇതിൻ്റെ സർഫസിലും ചാർജ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ എൻറ്റയർ വോളിയത്തിൽ ചാർജ് ഉണ്ട്. കണ്ടക്ടർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പറഞ്ഞ ചാർജ് സർഫസിൽ മാത്രം. അപ്പോൾ ഇത് സർഫസിലും ഇതിൻ്റെ ബോഡീൻ്റെ എല്ലാ സ്ഥലത്തും നമുക്ക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാം നോൺ കണ്ടക്റ്റിംഗ് ആകുമ്പോൾ. അപ്പോൾ ഇത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആയിക്കോട്ടെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്ന ഔട്ട്സൈഡാണ്. അപ്പോൾ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ സ്മോൾ ആർ എടുത്തു. ഔട്ട്സൈഡിലുള്ള ഒരു പോയിൻ്റാണ് പി. ആ ഡിസ്റ്റൻസ് ഞാൻ സ്മോൾ ആർ എടുത്തു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഔട്ട്സൈഡാണ്. ഇതിൻ്റെ ടോട്ടൽ ചാർജ് നമ്മൾ ക്യൂ എന്ന് എടുക്കുക. ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജ് ക്യൂ.
ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാൻ പോകുന്ന ഔട്ട് സൈഡാണ്. ഔട്ട് സൈഡിലുള്ള പോയിൻ്റാണ് പി. ഓക്കെ, ഔട്ട് സൈഡ് ആകുമ്പം സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഔട്ട് സൈഡ് നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മളിതിൻ്റെ ഔട്ട് സൈഡിലുള്ള ഫീൽഡ് കണ്ടിട്ടുണ്ട്. നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഔട്ട് സൈഡ് ഫീൽഡ് ഔട്ട് സൈഡ് ആകുമ്പോൾ 1/4πε0 Q/r² ആണ് ഔട്ട് സൈഡ് ഫീൽഡ്. ഓക്കെ, ഫീൽഡ് ഉപയോഗിച്ച് നമുക്ക് പൊട്ടൻഷ്യലിലേക്ക് എത്താം. കാരണം ഇങ്ങനെയല്ലേ, E = -dV/dr അല്ലേ. അപ്പോൾ dV = -EdR. dVനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് V കിട്ടും. dVനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് V കണ്ടുപിടിക്കുക. ഓക്കെ, = ഇൻ്റഗ്രൽ -EdR വരും. dVൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻ്റഗ്രൽ മൈനസ് പുറത്തെടുത്തു. ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഔട്ട് സൈഡ് ഫീൽഡ്. ഔട്ട് സൈഡിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഔട്ട് സൈഡിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ ഔട്ട് സൈഡിലുള്ള ഫീൽഡ് എടുക്കുക. ഫീൽഡ് എത്രയാണ്? 1/4πε0 Q/r². Q/r²dr. ഓക്കെ, ഇനി നമ്മൾ കോൺസ്റ്റൻസ് പുറത്തെടുക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആരാണ്? -1/4πε0 Q. ഇത്രയും ടേം നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, ഇൻ്റഗ്രൽ 1/r²dr അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് r⁻²dr എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ -1/4πε0 Q ഇൻറ്റു ഇതിനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട റൂൾ എന്നാണ് r⁻n+1/n+1 അല്ലേ. n എത്രയാണ്? -2. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ -1/r എന്ന് കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യൽ 1/4πε0 Q/r വരും. പൊട്ടൻഷ്യൽ ഔട്ട് സൈഡ് ഇങ്ങനെ കിട്ടും 1/4πε0 Q/r. Q എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ ചാർജാണ്, അത് പോയിൻ്റ് ചാർജ് ഒന്നുമല്ല. ഇതിനകത്തുള്ള ടോട്ടൽ ചാർജാണ് Q. പിന്നെ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം സെൻറ്ററാണ്. സെൻറ്റർ മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ 1/4πε0 Q/r ആണ്. ഇനി സെക്കൻഡ് വൺ, അങ്ങനെയാണെങ്കിൽ അറ്റ് സർഫസ് എന്താവും? അറ്റ് സർഫസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പോയിൻ്റാണ് എടുത്തത് ഔട്ട് സൈഡ്. അപ്പോൾ അവിടത്തേക്കുള്ള ദൂരമല്ലേ സ്മോൾ ആർ. അപ്പോൾ അറ്റ് സർഫസ് ആകുമ്പോൾ ഒരു പോയിൻ്റ് എടുത്താൽ ഏതാണോ പോയിൻ്റ് എടുക്കുന്നത് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. അപ്പോൾ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ അല്ലേ. അപ്പോൾ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും എന്താവും? ഈക്വൽ ആവും. അപ്പോൾ അറ്റ് സർഫസ് എന്ന് പറയുമ്പോൾ സ്മോൾ ആർ ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ആറാണ്. സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്തായി? 1/4πε0 Q/ക്യാപിറ്റൽ ആർ ആയി അല്ലേ. സ്മോൾ ആറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ. ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് എത്രയാണ്? പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് എന്ന് പറയുന്നത് 1/4πε0 Q/ക്യാപിറ്റൽ ആർ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻസൈഡ് ആണ് അല്ലേ. അപ്പോൾ ഇൻസൈഡ് ചെയ്യുന്നതിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. തേർഡ് വൺ, ഇൻസൈഡ് പൊട്ടൻഷ്യൽ ഇൻസൈഡ്. അപ്പോൾ ഇൻസൈഡ് നമ്മളൊരു പോയിൻ്റ് എടുത്തു. ഇൻസൈഡ് ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ ഇൻസൈഡ് പോയിൻ്റ് എടുത്താൽ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. ഏത് പോയിൻ്റാണോ എടുക്കുന്നത് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. അപ്പോൾ ഇപ്പോൾ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ് അല്ലേ. സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇൻസൈഡുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഡെറിവേഷൻ ഇങ്ങനെയല്ലേ ചെയ്തത്? ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ E=-dV/dr അങ്ങനെയല്ലേ ചെയ്തത്? dV -EdR അല്ലേ. പിന്നെ V കാണാൻ എന്ത് ചെയ്യണം? ഇത് dV ആണ്. അപ്പോൾ V കാണാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ -EdR ആണ് ഫോർമുല. ഇൻ്റഗ്രൽ -EdR ആണ് പൊട്ടൻഷ്യൽ കാണേണ്ട ഫോർമുല ആണല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ കാണേണ്ട ഫോർമുല ഇൻ്റഗ്രൽ -EdR ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ശരിക്കും പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ എന്നാണ്. പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു 1 കുളമ്പ് ചാർജിന് അല്ല, 1 കുളമ്പിൻ്റെ പേരാ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. 1 കുളമ്പ് ചാർജിന് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് വരെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഇപ്പോൾ ഇൻസൈഡ് പോയിൻ്റ് അല്ലേ. അപ്പോൾ 1 കുളമ്പ് ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് വരെ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഇതാണ് ഇൻസൈഡാണ്.
ഉദ്ദേശിക്കുന്ന പോയിന്റ് വരെ എത്തിക്കാനുള്ള 1 കുളമ്പിനെ ആ പോയിന്റ് വരെ എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ 1 കുളമ്പിനെ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക, ഇത് 2 സ്റ്റെപ്പായിട്ട് ചെയ്യുക. 1 കുളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് സർഫസ് വരെ എത്തിക്കുക. സർഫസ് വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ വരെ. ഇത് ഇൻഫിനിറ്റിയിൽ നിന്ന് സർഫസ് വരെ എത്തിച്ചു, ക്യാപിറ്റൽ ആർ വരെ എത്തിച്ചു. ഇതിപ്പോൾ ക്യാപിറ്റൽ ആറിലുള്ള ക്യാപിറ്റൽ ആറിൽ നിന്ന് സ്മോൾ ആറിലേക്ക് എത്തിക്കുന്നു, ആ രൂപത്തിൽ ചെയ്യുന്നു. അപ്പം പൊട്ടൻഷ്യൽ നമ്മളിങ്ങനെ കാണുന്നു, ഇൻ്റഗ്രൽ മൈനസ് ഇ ഡി ആർ അല്ല, അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ ഇ ഡി ആർ. ആദ്യം നമ്മൾ ഇൻഫിനിറ്റി മുതൽ ക്യാപിറ്റൽ ആർ വരെ, ഉദ്ദേശിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെ? ഇൻഫിനിറ്റി മുതൽ സർഫസ് വരെ, ഇൻഫിനിറ്റി മുതൽ സർഫസ് വരെ ഇ ഡി ആർ കഴിഞ്ഞിട്ടില്ലല്ലോ, പ്ലസ് സർഫസിലെത്തിയിട്ടേ ഉള്ളൂ. ഇനി സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറിൽ നിന്ന്, ഇതിപ്പോൾ ക്യാപിറ്റൽ ആറിൽ നിന്ന് ഇവിടത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ സ്മോൾ ആറിലേക്ക് പോകണം. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഉണ്ട്, മൈനസ് ഇ ഡി ആറിലെ, അപ്പോൾ ക്യാപിറ്റൽ ആർ ടു സ്മോൾ ആർ. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് സർഫസ് മുതൽ ഈ ഇൻസൈഡ് പോയിന്റ് വരെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇ ഡി ആർ ഇതാണ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടോട്ടൽ വർക്ക് എന്തിനുള്ള 1 കുളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഈ ഇൻസൈഡ് പോയിന്റ് വരെ എത്തിക്കാനുള്ള ടോട്ടൽ വർക്കാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നു, ഇൻഫിനിറ്റി മുതൽ സർഫസ് വരെ പ്ലസ് സർഫസിൽ നിന്ന് ആ ഉള്ളിലേക്കുള്ള പോയിന്റ് വരെ, ആ രൂപത്തിലാക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം? ഇത് ഇൻഫിനിറ്റി മുതൽ ക്യാപിറ്റൽ ആർ വരെ അല്ലേ? ഇൻഫിനിറ്റി മുതൽ ക്യാപിറ്റൽ ആർ വരെ. അപ്പോൾ ഇൻഫിനിറ്റി മുതൽ ക്യാപിറ്റൽ ആർ വരെ എന്ന് പറയുമ്പോൾ ഇത് ഔട്ട്സൈഡ് അല്ലേ? ഇതിൻ്റെ ഔട്ട്സൈഡ് അല്ലേ? അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം? ഇൻഫിനിറ്റി മുതൽ ക്യാപിറ്റൽ ആർ വരെ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം. ഈ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം. അത് നമുക്കറിയാം. അപ്പോൾ വി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ ആർ. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് നമുക്കറിയാലോ, 1/4πε0 Q/r² dr. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് അല്ലേ? പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരിക? ക്യാപിറ്റൽ ആർ മുതൽ സ്മോൾ ആർ വരെ എന്ന് പറഞ്ഞാൽ സർഫസ് മുതൽ ഉള്ളിലേക്കല്ലേ? സർഫസിൽ നിന്ന് ഉള്ളിലേക്കല്ലേ? അപ്പോൾ സർഫസിൽ നിന്ന് ഉള്ളിലേക്ക്, അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം. അപ്പോൾ ഈ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എടുക്കണം. ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ് വരിക? ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വരിക. ഓക്കെ. ഒരു നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? ഉള്ളിൽ നമ്മൾ പഠിച്ച് എങ്ങനെയായിരുന്നു? ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, ρr/3ε0 എന്നായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ρr/ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡാണ് ഇത്. ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരുന്നു. റോൻ്റെ പേര് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റോ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ വോളിയം അല്ലേ? ചാർജ് ബൈ ഇതിൻ്റെ ടോട്ടൽ വോളിയം, ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ വോളിയം. അപ്പോൾ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും? 1/3ε0 ഞാൻ ഇനി റോ കൊടുക്കുകയാണ്. റോ എന്ന് പറഞ്ഞാൽ Q/V ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് ബൈ ഇതിൻ്റെ ടോട്ടൽ വോളിയം. ഇതിൻ്റെ ടോട്ടൽ വോളിയം എത്രയാണ്? 4/3πr³ ക്യാപിറ്റൽ ആർ, 4/3πr³ അല്ലേ? ചാർജ് ബൈ വോളിയാണ് റോ ഇൻറ്റു സ്മോൾ ആർ. അപ്പോൾ എന്താവും? 3 ക്യാൻസൽ. ഓക്കെ. അപ്പോൾ ഇതെന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് എന്ത് കിട്ടും? 1/4πε0 4πε0 Q/r/R³. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ ഈ ഇക്വേഷനാണ് പഠിച്ചത്. ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഫോമുല ഇതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഇങ്ങനെ ആക്കി. ഇതാണ് ഇൻസൈഡിലുള്ള ഫീൽഡ്. അപ്പോൾ ഇവിടെ ഫീൽഡ് എടുക്കുമ്പോൾ ഇവിടെ ഔട്ട്സൈഡ് ഫീൽഡ് എടുക്കണം, ഇവിടെ ഞാൻ പറഞ്ഞു ഇൻസൈഡ് ഫീൽഡ് എടുക്കണം അല്ലേ? കാരണം സർഫസിൽ നിന്ന് ഉള്ളിലേക്കാണ് പോകുന്നത്, ഇൻസൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻസൈഡ് ഫീൽഡ് എടുക്കണം. ഇൻസൈഡ് ഫീൽഡാണ് അത്. ക്യാപിറ്റൽ ആർ ടു സ്മോൾ ആർ 1/4πε0 Q/R³ dr. ഓക്കെ. അപ്പോൾ V ഈക്വൽ ടു മൈനസ്, ഇപ്പോൾ മൈനസ് 1/4πε0 Q ഇൻറ്റു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ ആർ, ദാർ സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ r⁻² dr പ്ലസ് മൈനസ് 1/4πε0 ഇതിൽ Q/R³ പുറത്തെടുക്കുക. കാരണം ക്യാപിറ്റൽ ആർ ഇതിൻ്റെ റേഡിയസാണ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇൻറ്റു ഇൻ്റഗ്രൽ ക്യാപിറ്റൽ ആർ ടു സ്മോൾ ആർ r dr വരും. ഓക്കെ.
അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ വി ഈക്വൽ ടു -1/4πε0 q ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലുള്ള റിസൾട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലുള്ള റിസൾട്ട് -1/r -1/r. ഇതിൻ്റെ റിസൾട്ട് -1/r ആണ്. ലിമിറ്റ് ഇൻഫിനിറ്റി ടു ക്യാപിറ്റൽ R. ഓക്കെ, പ്ലസ് -1/4πε0 q/R3. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത RdR എന്നാണ് r⁻1 അല്ലേ. അപ്പോൾ n എത്രയാ? n 1. അപ്പോൾ r⁻n+1/n+1. അപ്പോൾ എന്താ വരിക? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ചെയ്ത് നോക്കുക, r²/2 വരും അല്ലേ. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് r²/2. ലിമിറ്റ് ക്യാപിറ്റൽ R ടു സ്മോൾ r. ഓക്കെ, ഇനി ഇതിൽ എന്ത് ചെയ്യുക? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിൽ മൈനസ് പ്ലസ് ആവും. അപ്പോൾ അത് പ്ലസ് ആയി. അപ്പോൾ ടോട്ടൽ ടേം പ്ലസ് ആയ മൈനസും വരുന്നതുകൊണ്ട് പ്ലസ് ആയി. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ത് വരും? പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 q ഇൻറ്റു ഓക്കെ മൈനസ് പ്ലസ്. ഇനി ആറിന് വരാം ആദ്യം ക്യാപിറ്റൽ ആർ അല്ലേ. അപ്പോൾ 1/R മൈനസ് ഈ ആറിൻ്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി 1/∞. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് ടേം എന്താണ്? 1/4πε0 q/R3. ഓക്കെ, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ആറിൻ്റെ സ്ഥാനത്ത് ആർ തന്നെ. അപ്പോൾ r²/2 മൈനസ് ഇനി ആറിന് വരെ ക്യാപിറ്റൽ ആർ. അപ്പോൾ ക്യാപിറ്റൽ R²/2. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0. ഇത് 1/∞ 0. അപ്പോൾ ഇത് q/ക്യാപിറ്റൽ R വരും. q/ക്യാപിറ്റൽ R പ്ലസ് 1/4πε0 q/R3 അല്ലേ. q/2r3 വരും. 2 പുറത്തെടുത്തോളൂ, 2ൽ 2 ഇല്ല. അപ്പോൾ 2r3 വരും ഇൻറ്റു r² മൈനസ് r² വരും അല്ലേ. ഓക്കെ, സോറി, ഈ ഇതിലൊരു മൈനസ് ഉണ്ട്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് കൊടുത്തില്ല. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, ഈ മൈനസ് കൊടുത്തു. അപ്പം ഇതിങ്ങനെ എഴുതാം, പൊട്ടൻഷ്യൽ ഈക്വൽ 1/4πε0 q/R പ്ലസ് ഈ മൈനസ് ഉള്ളിലേക്ക്. അപ്പോൾ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം മൈനസ് ആവും, ഇത് മൈനസ് ആവും. ഈ മൈനസ് എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ആവും. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും അല്ലേ. അപ്പോൾ 1/4πε0 q/2r3 ഇൻറ്റു ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അപ്പോൾ ആദ്യം ഇത് പ്ലസ് ആവും, അപ്പോൾ r². ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആവും, അപ്പോൾ -r². ഓക്കെ, ഇതിൽ നിന്ന് പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 q/R പുറത്തെടുത്താലോ. q/R പുറത്തെടുത്താൽ ഇത് ഇവിടെ 1 വരും. 1 പ്ലസ് q/R ആണേ പുറത്തെടുത്തത്. q/R പുറത്തെടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 1/R പുറത്തുണ്ട്, 2r² ഉണ്ടാവും അല്ലേ. r³ ഉണ്ട്, അതിലൊരു r പുറത്തുണ്ട്. 2r² ഇൻറ്റു r² മൈനസ് r². ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 q/ക്യാപിറ്റൽ R ഇൻറ്റു ഇത് ടേക്ക് LCM 2r². അപ്പോൾ 2r² ഇവിടെ നിന്ന് 2r² പ്ലസ് r² മൈനസ് r² ഓൾ ഡിവൈഡ് ബൈ 2r² അല്ലേ. അപ്പോൾ 2r² പ്ലസ് r² 3r². അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 q/R ഇൻറ്റു ഇത് 3r² ആവും. 3r² മൈനസ് r² ഡിവൈഡ് ബൈ 2r². ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇൻസൈഡ് ഈക്വൽ ടു 1/4πε0 q/2r². 2r² ഇൻറ്റു r, 2r² ഇൻറ്റു r 2r³ ഇൻറ്റു 3r² മൈനസ് r². ഇതാണ് പൊട്ടൻഷ്യൽ ഇൻസൈഡ്. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഇൻസൈഡ് ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയർ. അപ്പോൾ ഇൻസൈഡ് പൊട്ടൻഷ്യൽ ഇതാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അറ്റ് സെൻറ്റർ എന്താവും? അറ്റ് സെൻറ്റർ
ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പോയിൻ്റ് അല്ലേ, ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഈ ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെൻട്രൽ അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ അല്ലേ, റേഡിയസ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ സെൻട്രൽ ആകുമ്പോൾ എന്താവും, സെൻറ്റർ മുതലല്ലേ നമ്മൾ ഈ ഡിസ്റ്റൻസ് സ്മോൾ ആർ അളക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് ആണെങ്കിൽ ഇതാണ് സ്മോൾ ആർ അല്ലേ, സ്മോൾ ആർ. അപ്പോൾ സെൻട്രൽ തന്നെ ആകുമ്പോൾ സ്മോൾ ആർ ഉണ്ടാവില്ല, കാരണം സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ സ്മോൾ ആർ. അപ്പോൾ സെൻറ്ററിൽ തന്നെ ആകുമ്പോൾ സ്മോൾ ആർ എന്താണ്, 0 ആണ്. അപ്പോൾ അറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ സ്മോൾ ആർ 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ എന്ത് വരും, പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ ഈക്വൽ ടു 1/4πε0 Q/2r ക്യൂബ് സ്മോൾ ആർ 0 ആയതുകൊണ്ട് ഇൻറ്റു 3r². ഓക്കെ, r² r³ പോയാലും ഇവിടെ ഒരു 6 ബാക്കി. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ എന്ത് വരും, പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ ഈക്വൽ ടു ഓക്കെ 3/2, അത് ഞാൻ ആദ്യം എഴുതി 3/2 ഇൻറ്റു 1/4πε0 3/2 എഴുതിയേ, 3/2 ഇൻറ്റു 1/4πε0 Q/r. ഇനി 1/4πε0 Q/R ഈ സാധനം നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് ആണ് അല്ലേ. 1/4πε0 Q/R ആണ് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ അറ്റ് സർഫസാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ എന്ത് വരും, പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ ഈക്വൽ ടു 3/2 ഇൻറ്റു ഇത് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്, 3/2 ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്, 3/2 ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സർഫസിൻ്റെ 3/2 ടൈംസ് ആണ് ഇത്. അപ്പോൾ ഇത് സെൻറ്ററിൽ ഇതിനേക്കാൾ കൂടുതലാണ്, സർഫസിലുള്ളതിനേക്കാൾ കൂടുതലാണ് സെൻറ്ററിൽ, കാരണം 3/2 ഇൻറ്റു അല്ലേ. ഓക്കെ, അതുകൊണ്ട് പൊട്ടൻഷ്യൽ അറ്റ് സർഫസിനേക്കാൾ കൂടുതലാണ് പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ. ഓക്കെ, ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നേരം എങ്ങനെ ഉണ്ടാവും, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ പൊട്ടൻഷ്യൽ എടുക്കുന്നു, ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ പൊട്ടൻഷ്യൽ, ഇത് ക്യാപിറ്റൽ ആർ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്, സർഫസിൽ, ക്യാപിറ്റൽ ആർ സർഫസിൽ അല്ലേ. ഇത് സെൻറ്റർ, ഇപ്പോൾ സെൻറ്ററിലാണ് കൂടുതൽ, ഇപ്പോൾ സെൻറ്ററിൽ പൊട്ടൻഷ്യൽ കൂടുതൽ. സെൻറ്ററിൽ നിന്ന് സർഫസിലേക്ക് പോകുമ്പോൾ കുറയും, കാരണം സർഫസിലുള്ളതിനേക്കാൾ കൂടുതലാണ് എവിടെ, സെൻറ്ററിൽ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സർഫസിലേക്ക് പോകുമ്പോൾ എന്താവും, കുറയും, കാരണം ഏറ്റവും കൂടുതൽ എവിടെയാണ്, സെൻറ്ററിലാണ്. അപ്പോൾ സർഫസിലേക്ക് പോകുമ്പോൾ കുറയും. ഓക്കെ, ഇത് സർഫസിലുള്ള ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ സർഫസിലുള്ള വി സർഫസായത് അല്ലേ. ഇത് സെൻറ്ററാണ്, അപ്പോൾ ഇത് വി സെൻറ്ററിലുള്ള പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സെൻറ്ററിലാണ്, കാരണം ഇതിൻ്റെ 3/2 ടൈംസ് അല്ലേ, സർഫസിൻ്റെ 3/2 ടൈംസ് ആണ് ഇവിടെ സെൻറ്ററിൽ. അപ്പോൾ സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, സർഫസിലുള്ള ക്യാപിറ്റൽ ആറിൽ സർഫസിൽ പൊട്ടൻഷ്യൽ, പിന്നെ ഔട്ട്സൈഡ് പോകുമ്പോൾ പിന്നെയും കുറയും. ഇങ്ങനെ ഒരു ഗ്രാഫ്. ഇതാണ് പൊട്ടൻഷ്യലും ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ് ഇൻ ദ കേസ് ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.